പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ മനസ്സിന് നന്ദി പറഞ്ഞ് ജന്തർ മന്ദറിൽ വിദ്വേഷ മുദ്രാവാക്യം വിളിച്ച പെൺകുട്ടിയുടെ മാതാവ് മകൾക്ക് പ്രധാനമന്ത്രി നൽകിയത് പുതിയൊരു ജീവിതമാണെന്നും തങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ ചിലർ പ്രതിഷേധത്തിന്റെ പേരിൽ ദുരുപയോഗം ചെയ്യുകയാണെന്നും മാതാവ് തുറന്നു പറഞ്ഞു. പ്രതിഷേധങ്ങളുടെ മറവിൽ വിദ്യാർത്ഥികളെയും കുട്ടികളെയും മുൻനിർത്തി രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുന്ന ശക്തികളുടെ മുഖംമൂടി ഒരിക്കൽ കൂടി അഴിഞ്ഞു വീഴുകയാണ്. ജന്തർ മന്ദർ സമരത്തിനിടെ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ വിദ്യാർത്ഥികളോട് മാപ്പ് നൽകാനും അവരെ തിരുത്തി മുന്നോട്ട് നയിക്കുവാനും രാജ്യത്തെ പ്രധാനമന്ത്രി തയ്യാറായതോടെ വിഷയം പുതിയൊരു തലത്തിലേക്ക് എത്തി നിൽക്കുന്നു. സ്വന്തം മകൾക്ക് ലഭിച്ചത് ജീവന്റെ ദാനമാണെന്നാണ് പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ മുദ്രാവാക്യം വിളിച്ച പെൺകുട്ടിയുടെ മാതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ണീരോടെ പ്രതികരിച്ചത്. പ്രധാനമന്ത്രി മോദി മഹാനാണ്, അദ്ദേഹത്തിന്റെ വലിയ മനസ്സിന് മുന്നിൽ കൈകൂപ്പുന്നു. ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയും വഴി കുട്ടി വഴിതെറ്റി പോകുകയായിരുന്നു. മുതിർന്നവരെ ബഹുമാനിക്കുവാനോ എന്താണ് ചെയ്യുന്നതെന്നോ അറിയാത്ത പ്രായത്തിൽ അവരെ പ്രതിഷേധത്തിലേക്ക് തള്ളിവിട്ടവർ തന്നെയാണ് യഥാർത്ഥ പ്രതികളെന്നാണ് ആ അമ്മയുടെ തുറന്നു പറച്ചിൽ. ये बेटी नहीं, देश के बहुत सारे बच्चे, इवन इस समय जितना भी इस एज के बच्चे हैं 10 से 20 वाले, ये सारे ही इस कंडीशन पे आ चुके हैं. और मेरी नम्र निवेदन है पीएम मोदी जी से, प्लीज ये इंस्टाग्राम फेसबुक नए बच्चों के लिए 10 से 20 साल वाले बच्चों के लिए रोक दिया जाए. इनको सिर्फ पढ़ने दिया जाए. इनको प्रोटेस्ट ये सब जो भी चीजें चलती रहती हैं, आम आदमी छोटे बच्चों को उसमें एंट्री ना दी जाए, अंडर 18 बच्चों को उसमें एंट्री ना दी जाए. इन लोगों का सिर्फ फायदा उठाया जाता है, इन बच्चों का सिर्फ फायदा उठाया जाता है. छोटे बच्चे कुछ भी बुलवा लो, इनको ना दुनिया का पता, ना समाज का, ना छोटे बड़े का सम्मान. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമായി ദുരുപയോഗം ചെയ്യുന്നത് പൂർണ്ണമായും തടയണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നു. കുട്ടികളുടെ ശ്രദ്ധ പഠനത്തിൽ മാത്രമായിരിക്കണമെന്നും കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഇൻസ്റ്റഗ്രാം പോലെയുള്ള ആപ്പുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുമാണ് കുടുംബത്തിന്റെ വികാരാധീനമായ ആഹ്വാനം. വിദ്യാർത്ഥികളെ ഇരകളാക്കുന്ന ഇൻഫ്ലുവൻസർമാരുടെയും കപട സമരക്കാരുടെയും അജണ്ടകളെ തിരിച്ചറിയേണ്ട സമയമാണിതെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. ജനം, ഡൽഹി.